ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ തന്നെ ചോറും കറി ഉണ്ടാക്കി നമുക്ക് ജോലിക്ക് പോകണമല്ലോ. അപ്പോൾ അതിനുള്ള പരിപാടികളാണ്. ചിറ്റ കൊണ്ട് തന്ന മുളകും പിന്നെ നമ്മളുടെ കോവയ്ക്കയും സവാളയൊക്കെ ഇട്ട് തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. പുട്ട് പൊടിയെടുത്തേക്കാണ് കേട്ടോ. കേക്ക് പുട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കുറച്ച് പൊടിയെടുത്താൽ മതി, നന്നായിട്ട് പൊലിമയായിട്ട് കയറി വരുന്ന വെള്ളം ഒഴിച്ച് നനച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പൊലിമ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് കുറച്ച് പൊടിയെടുത്താൽ മാത്രം മതി കേട്ടോ. അത് നന്നായിട്ട് വെള്ളം നനച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ വെള്ളം ഒഴിച്ച പൊടിയാണെന്ന് പോലും നമുക്ക് തോന്നില്ല. ഞാനത് നനച്ച് വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് ഇരിക്കട്ടെ എന്ന് ഓർത്തിട്ട് കോവയ്ക്ക നന്നായി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കോവയ്ക്ക അരിഞ്ഞ് നമുക്ക് തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് സവാള അതിൻ്റെ കൂട്ടത്തിൽ പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും അത്രയും മാത്രം മതി കേട്ടോ, നമ്മളുടെ തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട്. ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് കോവയ്ക്കും സവാളയും പച്ചമുളകും കൂടിയിട്ട് ഇടുക. അതിന് ശേഷം മഞ്ഞൾപ്പൊടിയും നമ്മളുടെ ഉപ്പും കറിവേപ്പില ഞാൻ എടുത്തു കൊണ്ടുവന്നില്ല, അത് തന്നെ ഇട്ടില്ല കേട്ടോ. അതും കൂടി ഇട്ട് അടുപ്പത്ത് വെച്ച് വേവിച്ച് അടച്ച് വെച്ച് വേവിച്ച് അതിന് ശേഷം പിന്നെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് വാടിയാൽ മതി. വാടി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് നമ്മൾ അടിപൊളിയാക്കി എടുക്കണം കേട്ടോ. നല്ല നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. ഈ പച്ചമുളക് ചേർക്കുമ്പോൾ തന്നെ അതിന് വേറൊരു ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഇഞ്ചി മുളകെന്ന് പറഞ്ഞ് മേടിക്കില്ല, ആ മുളക് അല്ലാതെ ഇങ്ങനെയുള്ള പച്ചമുളകിനൊക്കെ വേറൊരു നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേഴ്സണലി. നമ്മളുടെ കറികളൊക്കെ ഉണ്ടാക്കാൻ നേരത്ത് ആ പച്ചമുളക് ഉണ്ടാക്കാൻ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മളുടെ കറികൾക്കൊക്കെ വരുന്നത്. എന്നിട്ട് 2 കഷ്ണം പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിരട്ടപ്പുട്ടിലാണ്, ചിരട്ടപ്പുട്ടുണ്ടാക്കുന്ന ഇതല്ലേ, അതിനെന്താ പറയുക, അതിലാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. തേങ്ങ വെച്ചിട്ട് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് എല്ലാത്തിനും കൂടി തേങ്ങ ഒന്നിച്ച് നമ്മൾ ചിരണ്ടി വെച്ചു. അപ്പോൾ തോരനുള്ള തേങ്ങ ഇട്ടു. പിന്നെ അത് പുട്ട് ഇവിടെ ഒരെണ്ണം ആവി ഒന്ന് പൊങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പിടിയെ ഒടിഞ്ഞു പോയായിരുന്നു കേട്ടോ. അങ്ങനെ പുട്ടും നമ്മൾ വേഗം ആക്കിയെടുത്തു. അത് കഴിഞ്ഞിട്ട് പപ്പടം വറുത്തായിരുന്നു ഞാൻ. പപ്പടവും പുട്ട് പിന്നെ വേറെ എന്താണ്, പഴം ഉണ്ടായിരുന്നു. പഴം പുഴുങ്ങിയാണ് ഞങ്ങൾ കഴിച്ചത് കേട്ടോ. കുക്കറിൽ ഇങ്ങനെ വയ്ക്കുമ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നന്നായിട്ട് വേഗം വെന്ത് ആവി വന്ന് എളുപ്പമാണ് പണികൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാനൊക്കെ. ഞാൻ പെട്ടെന്ന് എളുപ്പത്തിലുള്ള പണികളൊക്കെ ചെയ്യാനാണ് കേട്ടോ നോക്കുന്നത്. എനിക്കിഷ്ടമായി. നേരെ അടുക്കളയിൽ ഇരിക്കാൻ ഇഷ്ടമുള്ള ആളൊന്നുമല്ല. കോവയ്ക്കയിൽ തേങ്ങ ഇട്ട് കഴിഞ്ഞതിന് ശേഷം അത് നന്നായിട്ട് ഒന്ന് ഇളക്കി മൂടി വെക്കുന്നത് വേവിക്കും കേട്ടോ. കുറച്ച് 5 മിനിറ്റ് വരെ വയ്ക്കും. അത് കഴിഞ്ഞിട്ട് അത് തീ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സെറ്റ് കറിയായി കേട്ടോ. ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കണം. കൂടാനും പാടില്ല, കുറയാനും പാടില്ല, പാകത്തിന് വേണം കേട്ടോ. അപ്പോൾ നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിന് ശേഷം ചായ തിളപ്പിച്ചു. പുട്ട് കഴിക്കാനുള്ള ചായയും തിളപ്പിച്ചു. അതിന് ശേഷം നമ്മൾ ചെയ്തതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലക്കാൻ പോയായിരുന്നു കേട്ടോ. അലക്ക് കഴിഞ്ഞ് വന്നതിന് ശേഷം ചോറും പൊതി, ചന്തക്കൊണ്ടുള്ള ചോറും പൊതി കിട്ടുകയാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് പൊതിച്ചോറായിട്ടാണ് കൊണ്ടുപോകുന്നത്. പാത്രത്തിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ കഴുകാൻ സ്ഥലമില്ല, വെള്ളമില്ല എന്നൊക്കെ പറയണ കാരണം കൊണ്ട് ഒന്നെങ്കിൽ ഇലയിൽ പൊതിച്ചോറ് കിട്ടും. ഇതിപ്പോൾ ഈ വീട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ പൊതിച്ചോറ് കിട്ടുന്ന ഒരു പേപ്പർ, എന്താ 13-16 അങ്ങനെ എന്തോ ഒരു പേരാണ് കേട്ടോ പറയണത്. ആ പേപ്പർ വീട്ടിൽ നിന്ന് 2 എടുത്തു കൊണ്ടുവന്നു. അങ്ങനെ നന്നായിട്ട് കുറേയും എന്താണ് കോവയ്ക്ക ഇട്ടു. പിന്നെ നമ്മൾ ഞാൻ ഒരു ചുട്ടരച്ച തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. തേങ്ങാ ചമ്മന്തിയും ഇട്ടു. പിന്നെ അച്ചാർ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അച്ചാറും കൂടി ഇട്ട്. അത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. വേറെ ഒന്നും ഉണ്ടാക്കിയില്ല. കാരണം വൈകുന്നേരം വീട്ടിലേക്ക് പോകണമെന്ന് വിചാരിച്ചാണ് ഇരിക്കണേ. അമ്മയ്ക്ക് സുഖമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ ചെന്ന് ജോലികൾ ഉണ്ടാവുമല്ലോ, അത് തീർക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഉള്ള പരിപാടിയിലാണ്. അപ്പോൾ കറി ഉണ്ടാക്കിയത് ഫുള്ള് എനിക്ക് ചന്തക്കുണ്ണായിട്ട് ഞാൻ എടുത്ത് തീർത്തോട്ടെ. കാരണം ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് ചീത്തയായി പോകുമല്ലോ. അത് കാരണം കൊണ്ട് ഇതും ഒരു പാത്രം നിറയെ അച്ചാർ കൊണ്ടുവന്ന കേട്ടോ വീട്ടിൽ നിന്ന്. 2 ആഴ്ച മുമ്പ് കൊണ്ടുവന്ന അച്ചാറാണ്. വീട്ടിലുണ്ടാക്കി വെച്ച ഒരു ചെരുവത്തിലൊക്കെ അമ്മ പാത്രമില്ലാത്ത കാരണം ഉണ്ടാക്കി വെച്ചാൽ അതൊക്കെ ഒരാഴ്ചയും കൊണ്ട് തീർത്തു. ഒരാഴ്ച ഒന്നും വേണ്ട. അമ്പടിക്കൊക്കെ മാങ്ങാച്ചാറെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. ഒരു മാങ്ങ കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഇപ്പോൾ ഒരു
തുണിയിലുള്ളിലോ കവറിൽ എന്തെങ്കിലും ഇട്ടിട്ട് ഉപ്പും മുളകും കൂടി ഇട്ട് ഇടിച്ച് ചതച്ചിങ്ങനെ എടുക്കില്ലേ, അങ്ങനെ കഴിക്കണതൊക്കെയാണ് ഇപ്പം അമ്പാടിയുടെ ഹോബികളൊക്കെ. എന്താ പറയുക, എന്തെങ്കിലും കാണിക്കട്ടെ അല്ലേ, വെക്കേഷനൊക്കെ അല്ലേ. അവന് പിന്നെ എന്തോരം പുളി കഴിച്ചാലും കുഴപ്പമില്ല കേട്ടോ. നമുക്കൊക്കെ അതേ പുളി കഴിച്ച് വെള്ളം കഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലരുടെ ശരീരത്തിന് അത് പിടിക്കില്ല, പിന്നെ ബാത്റൂമിൽ പോയി ഇരിക്കേണ്ട സമയം ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ ഈ പൊതിച്ചോറ് സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കുള്ള ചോറ് ഇതേ പാത്രത്തിലാണ് എടുക്കുന്നത്. എല്ലാം കൂടി എടുത്ത് കുളിയും ചെമ്പൊക്കെ കഴിഞ്ഞ് ചന്ദനക്കുറിയൊക്കെ തൊട്ട് അത് ഞങ്ങൾ ജോലിക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ചന്തുകൊണ്ട് ജോലി സ്ഥലത്തേക്ക് ഇവിടുന്ന് ഒരു 2-3 മിനിറ്റ് ഉള്ളൂ. എൻ്റെ ഒപ്പം ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് തന്നെയാണ് ഇറങ്ങാറ്. രാവിലെ 9 മണിയായപ്പോൾ നമ്മൾ ഇറങ്ങി. 9 മണിക്ക് ചന്തുകൊണ്ടിന് കയറണം കേട്ടോ. 9:05 മുമ്പ് നമ്മൾ എന്തായാലും അവിടെ ചെല്ലും. അങ്ങനെ ഇങ്ങനെ സ്കൂട്ടറിൽ പോകാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. വൈകുന്നേരം വീട്ടിൽ വന്നു. ചോറ് അധികം ഉണ്ടായിരുന്നില്ലല്ലോ, ഒന്ന് അമ്മ വീട്ടിൽ പോകണമെന്ന് ഓർത്തല്ലേ ഇരുന്നേ. പിന്നെ ഇവിടെ തന്നെ നിന്നു. ചന്തുകൊണ്ട് വൈകി വന്നാൽ തന്നെ ചപ്പാത്തിയും മുട്ടക്കറിയാണ് ഉണ്ടാക്കിയത്. ചപ്പാത്തി ഒരു 1.5 കഷ്ണം കൂടെ ഉണ്ട്. വൈകുന്നേരം ഉണ്ടാക്കിയ ചപ്പാത്തിയും മുട്ടക്കറിയും കൊള്ളില്ലാത്ത കാരണം കൊണ്ട് പ്ലേറ്റ് പഠിച്ച് ഇതൊന്നും കഴുകേണ്ട ആവശ്യമില്ല.